ഞാനിവിടെ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ തോരൻ ഉണ്ടാക്കുന്നതിലാണ് കേട്ടോ. കറുത്തതും കട്ടിയുള്ളതെല്ലാം എടുത്ത് കളഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ളതും കഴിക്കാത്തതുമായ കൂമ്പിൻ്റെ പൂ മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ പിഞ്ചാണ്. എല്ലാത്തിനെയും നമുക്കിങ്ങനെ അരിഞ്ഞു കൊടുക്കുക. ഇതാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ ഞാൻ തോരനുള്ളതെല്ലാം അരിഞ്ഞു തിന്നു കേട്ടോ. താഴത്തുള്ള സോഫ്റ്റാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ആ കറുപ്പും കട്ടിയുള്ളതെല്ലാം ഞാൻ കറിഞ്ഞിട്ടുണ്ട്. കഴിക്കാത്തതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവുമ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആയിക്കോളും കേട്ടോ. തീരെ പൊടിയായിട്ട് അരിഞ്ഞെന്ന് വെച്ചാൽ പൊടിയും വലുതും ചെറുതും എല്ലാം ഉണ്ട്. നമുക്കിത് ചെറുപയറിട്ട് വേവിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൂമ്പ് തോരനുള്ള ചെറുപയർ നമുക്ക് ആദ്യം അങ്ങ് വേവിച്ചിങ്ങെടുക്കാം. അങ്ങനെ കൂമ്പ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പേ കയറ്റിയേ നമുക്ക് കത്തിപ്പൊത്തി വയ്ക്കാം. തോരൻ ആവശ്യമുള്ള തേങ്ങ. അങ്ങനെ തോരൻ്റെ അരപ്പാണ് കേട്ടോ. വെളുത്തുള്ളി എടുത്ത് പച്ചമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, കുറച്ച് പിഞ്ച് കറിവേപ്പില കേട്ടോ. ഇതും കൂടെ എല്ലാം കൂടെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. അപ്പോൾ നമ്മൾ തോരനേക്കുള്ള അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ അപ്പം തന്നെ ദാണ്ട് പയറും ഇട്ട് കത്തിപ്പൊത്തി. നല്ല ആവി വരുന്നുണ്ട് പയറിൽ നിന്ന്. ഇതുകൂടെ വെച്ചിട്ട് നമുക്ക് അടച്ചങ്ങ് വെക്കാം. അപ്പോൾ പയറിൻ്റെ ആവി മേളിൽ നിന്നും താഴെ നിന്നും കൂടെ ആവി വരുമ്പം ആ തേങ്ങയുടെ അരപ്പിരുന്ന് വേവും. നമുക്കിതിനെ അടച്ചു വെക്കാം. അങ്ങനെ തോരന് എല്ലാം വെന്ത് നമുക്കിതിനെ കടുവറുത്ത് കൊടുക്കാം. അങ്ങനെ തോരൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റ് കടുവറുത്ത് കഴിക്കുന്ന പരിപാടിയായിരുന്നു. അതും കഴിഞ്ഞു. അയ്യോ അതാ എല്ലാം തെറിച്ച് വീഴുന്നു. അപ്പോൾ ഫൈനൽ ഇതാണ്. അങ്ങനെ നമ്മളുടെ തോരൻ്റെ ഫൈനൽ റിസൾട്ടാണ്. ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെയൊന്നുമല്ല കഴിക്കുന്നത്. ഇച്ചിരി മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുണ്ട് തോണിയിൽ കിടക്കുകയാണ് നമ്മുടെ തോരൻ. അതുകൊണ്ട് ഞാനൊരു സ്പൂണുണ്ടാക്കി. ഇതുണ്ട് ബാറ്റ് കണക്കൊരു സ്പൂണുണ്ടാക്കി. കണ്ടോ? ഇതാണ് നമ്മളുടെ പിണ്ടിത്തോരൻ്റെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻസിൽ രേഖപ്പെടുത്തണേ.